അറ്റ്ലാന്റ സ്റ്റേഡിയത്തിന്റെ ഏതോ ഒരു കോണിലിരുന്ന് അവരുടെ ദൈവം ഹൃദയം കൊണ്ട് പുഞ്ചിരിക്കുന്നുണ്ടാവും ഇന്ന്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ആൽബി സെലസ്റ്റക്കാർക്ക് വേണ്ടി ചരിത്രം എഴുതിയപ്പോൾ അയാളുടെ പേര് ഡിയാഗോ അർമാൻഡോ മറഡോണ എന്നായിരുന്നു. അന്ന് ഇംഗ്ലണ്ടിനെതിരെ ജയിച്ചത് ഒരു മത്സരം മാത്രമായിരുന്നില്ല, കണ്ണീരിൽ മുങ്ങിയ ഒരു ജനതയ്ക്ക് വീണ്ടും പുഞ്ചിരിക്കാൻ കിട്ടിയ ഒരു കാരണം കൂടിയായിരുന്നത്. കാലം കടന്നുപോയി, മറഡോണ യാത്രയായി, പക്ഷെ അയാൾ പകർന്നു തന്ന ഊർജ്ജമുണ്ട്, അതിനൊരിക്കലും ഒരു അവസാനവുമില്ല. അതെ, ഇന്നൊരു 4 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഒരു ലോകകപ്പ് സെമി ഫൈനൽ. വേദി വടക്കേ അമേരിക്കയിലെ ജോർജിയയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയം. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമൊഴിച്ച് റൊസാരിയോ തെരുവ് മുതൽ ലോകത്തിന്റെ നാനാദിക്കുകളും ഒരു മനുഷ്യനിലോട്ട് മാത്രം ചുരുങ്ങിയ രാത്രി. കളി അവസാനിച്ചു എന്ന് വിധിയെഴുതിയ അവസാന 10 മിനിറ്റ്. അവിടെയാണ് അറ്റ്ലാന്റയും കത്തിയമർന്നത്. കളി തുടങ്ങി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ആന്റണി ഗോർഡൻ നേടിയ ഗോളിലൂടെ ഇംഗ്ലീഷ് സംഘം ലീഡെടുത്തതാണ്. പിന്നെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിന്റെ ഓരോ പുൽനാമ്പുകളിലും ഇംഗ്ലീഷ് ആരാധകർ ആരവങ്ങളാൽ മുഖരിതമായിരുന്നു. പക്ഷേ എതിരാളികളുടെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സ്കലോണി തന്റെ അടുത്തുള്ള അസ്ത്രങ്ങൾ ഓരോന്നിനെയും മാറ്റി പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. തോൽക്കാൻ മനസ്സില്ലാത്തവർക്ക് അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമായിരുന്നു. പാസും ക്രോസുമായി അവരുടെ ഇടംകാലൻ മന്ത്രവാദി ഇംഗ്ലീഷ് ചാനലുകൾക്ക് മേൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ഒടുക്കം 85-ാം മിനിറ്റിൽ മെസ്സിയുടെ പാസിൽ നിന്ന് എൻസോ ഒപ്പമെത്തിക്കുന്നു. തൊട്ട നിമിഷം തന്നെ ലൗട്ടാറോയും ഇംഗ്ലീഷ് സ്വപ്നങ്ങളെ തച്ചുടക്കി. 85-ലും 92-ലും പിറന്ന ഗോളുകൾ മാത്രം മതിയായിരുന്നു ഇംഗ്ലീഷ് സംഘത്തെ നിഷ്പ്രഭരാക്കാൻ. പിഴച്ചതെവിടെയാണെന്ന് ഇംഗ്ലീഷ് കോച്ച് തോമസ് ടുഷേലിനെ ഇതുവരെ പിടികിട്ടിയിട്ടുമില്ല. കരിയറിൽ ആദ്യമായി ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നവന്റെ അളന്നു മുറിച്ച പോലെ 2 അസിസ്റ്റുകൾ. പിറന്നത് ലോകകപ്പ് ഫൈനലിലേക്കുള്ള അർജന്റീനക്കാരുടെ 2 ഗോളുകൾ. നിങ്ങൾ ഒന്ന് ഓർക്കുക, പ്രായം അയാൾക്ക് 39 ആണെന്ന്. ഈ മത്സരത്തിന്റെ അവസാന 20 മിനിറ്റുകൾ അർജന്റീന കാഴ്ചവെച്ച പ്രകടനമുണ്ടല്ലോ, ജീവിതത്തിൽ ഹതശരാകുമ്പോൾ എല്ലാം അതെടുത്തു കാണുക, പ്രചോദിതരാകുക. അക്കൂട്ടത്തിൽ ആ 10-ാം നമ്പറുകാരനെ ഉറ്റുനോക്കി ഊറ്റം കൊള്ളുക. മജ്ജയും മാംസവും ഉള്ള ഒരു മനുഷ്യനാണ് അയാളെന്ന സത്യം ഉൾക്കൊള്ളുക. സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുക. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ 19-ന് അയാളുടെ അവസാന അംഗമാണ്. അസാധ്യമെന്ന് തോന്നിപ്പിക്കുന്ന മായാജാലക്കാരനാണ് അയാൾ. കണ്ണു തുറന്നു കാണുക, ഇനിയും അത്ഭുതങ്ങൾ ഉണ്ടാകും.